നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഗീയതയുള്ള ഭരണാധികാരിയല്ല, ഒരു പക്ഷം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നയാളല്ല, പ്രതിപക്ഷ ആദരവില്ലാത്ത ലീഡറല്ല, റഹ്മത്തുൽ ലിൽ ആലമീനാണ്. അല്ലാഹയല്ലാത്ത മുഴുവൻ വസ്തുക്കൾക്കും റഹ്മത്താണ്. കേവലം മുസ്ലിമീങ്ങളുടെ മാത്രം നേതാവല്ല, ഈ ഉമ്മത്തിന് മുഴുവനും റഹ്മത്താണ്, ലോകത്തിന് മുഴുവനും റഹ്മത്താണ്. അതുകൊണ്ട് ജാതി മതഭേദമന്യേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ റഹ്മത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് അതാ പലരും അവിടത്തെ സമീപിച്ചിരുന്നു. ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. അതാ ജൂതനായ മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് വല്ലതും സാമ്പത്തികമായി എന്നെ പരിഗണിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ എടുത്തു കൊടുക്കാൻ ആ സമയത്ത് കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് അതാ തന്റെ വിശ്വസ്തനായ സന്തത സഹചാരിയായ പുതിയാപ്പിളയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഉസ്മാൻ ദിന്നൂറൈനി റളിയല്ലാഹു അൻഹു എന്ന സ്ഥാനപ്പേരുള്ള ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് പറഞ്ഞേക്കുന്നു. അവിടെ പോയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് ഞാൻ പറഞ്ഞതാണ് തരാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടുമെന്ന് അതാ ആ മറ്റു മതത്തിൽപ്പെട്ട സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കുന്നു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി പറാവുകാരനോട് ചോദിച്ചു, എവിടെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ? അതാ വാതിലിന്റെ അരികിലേക്ക് പോയിക്കോളൂ. വാതിലിൽ മുട്ടുന്നു, തുറക്കുന്നു, ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ്, എനിക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പറഞ്ഞയച്ചതാണ്. ആരാ നിന്നെ പറഞ്ഞയച്ചത്? എന്താണ് നിനക്ക് ആവശ്യം? എനിക്ക് സാമ്പത്തികമായ ഒരു സഹായം ആവശ്യമുണ്ട്. നിന്നെ ആരാണ് ഇവിടത്തേക്ക് പറഞ്ഞയച്ചത്? അയാൾ ഉറക്കെ പറയുന്നു, മുഹമ്മദ് 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 സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളെന്ന് ജൂതനായതുകൊണ്ട് മുസ്ലിം അല്ലാത്തോണ്ട് അയാൾ പറഞ്ഞ പേരെന്താണ്? എന്നെ ഇവിടത്തേക്ക് മുഹമ്മദാണ് പറഞ്ഞയച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു സഹോദരന്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുകയാണ്, ആരാണ് നിന്നെ പറഞ്ഞയച്ചത്? ഒരു പ്രാവശ്യം ചോദിച്ചു, രണ്ട് പ്രാവശ്യം ചോദിച്ചു, മൂന്നാമതും ചോദിച്ചപ്പോ ചോദിക്കാൻ വന്ന അന്യമതത്തിൽപ്പെട്ട സഹോദരൻ പറഞ്ഞു, ഓ ഉസ്മാനേ, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? ഞാൻ നിങ്ങളെ നേതാവ് പറഞ്ഞയച്ച് ഇങ്ങോട്ട് വന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ കളിയാക്കലിന് ഞാൻ ഒരിക്കലും നിങ്ങളെ പരിഹാസ്യത്തിന് എനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ പടിയിറങ്ങുമ്പോ ആശിഖുർ റസൂലായ ദിന്നൂറൈനിയായ റഫീഖുൻ നബിയായ ജാമിഉൽ ഖുർആനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ചെറുപ്പ ആ സഹോദരന്റെ രണ്ട് കൈയും പിടിച്ച് പറയുന്നു, ഒരിക്കലും ഞാൻ നിങ്ങളെ കളിയാക്കിയതല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാൻ എന്റെ ജീവനേക്കാൾ വലുതായി സ്നേഹിക്കുന്ന എന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് ഒരന്യ മതത്തിൽപ്പെട്ട സഹോദരനായ أشهد أن لا
أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح